ശ്രീ എൻ വി ബാലകൃഷ്ണൻ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നു, അതും ഇത്രമേൽ വേഗത്തിൽ ഉണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. നാളത്തെ പ്രഖ്യാപനം മാത്രമേ ബാക്കിയുള്ളൂ. അത് കഴിയുമ്പോൾ ഒറ്റുകാരനെ പാർട്ടി ശിക്ഷിച്ചു എന്നുള്ളതായിരിക്കുമല്ലോ വാദം. അതെ, അങ്ങനെയായിരിക്കും വാദം. പക്ഷെ അതിനിടയ്ക്ക് ഒന്നുകൂടി പറഞ്ഞോട്ടെ, ഈ ആടിനെ പട്ടിയാക്കുന്ന വാദം തുടർച്ചയായി ഉന്നയിച്ചിട്ട് എനിക്ക് താല്പര്യങ്ങളില്ല എന്ന് ജയേന്ദ്ര സഖാവ് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നാൽ അതെങ്ങനെയാണ് ആളുകൾക്ക് മനസ്സിലാകുമെന്ന് എനിക്ക് മനസ്സിലായിട്ടില്ല. ഞാൻ CPM-ൻ്റെ പാർട്ടി കമ്മിറ്റിക്കകത്ത് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുള്ള, അക്കൗണ്ടുകൾ കൈകാര്യം ചെയ്തിട്ടുള്ള, അതുപോലെ CPM-ൻ്റെ രീതികൾ, സംഘടനാ രീതികൾ മുഴുവൻ അറിയുന്ന ഒരാളാണ്. ജയേന്ദ്ര സഖാവിനെ കുറിച്ച് നേരത്തെ പറഞ്ഞ പോലെ ജയേന്ദ്ര സഖാവിൻ്റെ ക്രെഡൻഷ്യൽസ് ഞാൻ അന്വേഷിച്ചിട്ടില്ല. അന്വേഷിക്കേണ്ട ഒരു കാര്യം എനിക്കില്ല, അതുകൊണ്ട് ഞാൻ അന്വേഷിച്ചിട്ടില്ല. പക്ഷെ അത് അങ്ങയുടെ വാക്കുകളിൽ നിന്ന് വളരെ വ്യക്തമാണ്. അദ്ദേഹം ഒരു കേസില്ലാ വക്കീലായിട്ടാണെങ്കിലും CPM-നെ സ്ഥാനത്തും അസ്ഥാനത്തും വസ്തുതകളല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞ് ന്യായീകരിക്കാൻ ശ്രമിക്കുന്നുണ്ട് എന്ന കാര്യത്തിൽ എനിക്ക് മാത്രമല്ല ഈ ചർച്ച കേൾക്കുന്ന ആർക്കും സംശയം ഉണ്ടാവില്ല. അതുകൊണ്ടാണ് താങ്കൾ വീണ്ടും വീണ്ടും ഈ കാര്യം പറഞ്ഞു കൊടുക്കുന്നത്. താങ്കൾ വീണ്ടും ഒന്നുകൂടി കേൾക്കൂ. 70 ലക്ഷം ഉറുപ്പിക പിരിച്ചെടുത്തു. ആ 70 ലക്ഷം ഉറുപ്പിക പിരിച്ചെടുത്താൽ 64 സംതിങ് അക്കൗണ്ടിൽ വന്നുള്ളൂ. ബാക്കി പൈസ അക്കൗണ്ടിൽ പോലും വന്നിട്ടില്ല. അക്കൗണ്ട് എന്ന് പറയുന്നത് എന്താണ്? അല്ല, ബാങ്ക് അക്കൗണ്ടാണ് പറയുന്നത്. ആ ബാങ്ക് അക്കൗണ്ടിലേക്ക് ആ പണം വന്നു. ബാങ്ക് അക്കൗണ്ടിലേക്ക് പണം വരുമ്പോൾ സ്വാഭാവികമായിട്ടും അത് പാർട്ടിയുടെ അക്കൗണ്ടിൽ വരണം. ഇവിടെ വരവ് ചെലവണക്ക് പാർട്ടിയുടെ അക്കൗണ്ടിൽ ഒരു നയ പൈസ, ഈ 70 ലക്ഷത്തിൽ ഒരു നയ പൈസയും വന്നില്ല. ആ പറഞ്ഞതിന്റെ മലയാളം എന്താണെന്ന് ചോദിച്ചാൽ ഈ 70 ലക്ഷം വേറെ ഏതോ വഴിക്ക് പോയി എന്നല്ലേ? ഈ വസ്തുത മനസ്സിലാക്കുന്നതിന് ആർക്കെങ്കിലും എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? കുഞ്ഞിക്കൃഷ്ണൻ സഖാവ് ഇത്രയും വ്യക്തമായി വിശദീകരിച്ചിട്ട്, അതുപോലെ നാട്ടിലെ മാധ്യമങ്ങൾ പറഞ്ഞിട്ട് ജയേന്ദ്രൻ സഖാവിന് മനസ്സിലാവുന്നില്ലെങ്കിൽ അത് ജയേന്ദ്രന്റെ വൺ സൈഡ് മനസ്സിലാക്കലിന്റെ പ്രശ്നമാണ് എന്ന് മനസ്സിലാക്കാൻ നാട്ടുകാർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവില്ല. ഇതൊരു വസ്തുതയാണ്. ഞാനൊന്ന് അങ്ങയുടെ മുമ്പിൽ വീണ്ടും ഒരു പ്രശ്നം വെച്ചല്ലോ. ഇത് അറിത്തമാറ്റിക്സ് അല്ലേ, കണക്കല്ലേ, സംഖ്യകളല്ലേ? നമ്മൾ ആളുകളിൽ നിന്ന് കാശ് പിരിച്ചതും ചെലവാക്കിയതിന്റെ കണക്കുകളല്ലേ? ഇത് ജനങ്ങൾക്ക് വേണ്ടി ചെയ്താണെന്നല്ലേ നമ്മൾ അവകാശപ്പെടുന്നത്? സ്വാഭാവികമായും നമുക്കത് ജനങ്ങളുടെ മുമ്പ് തുറന്നു വെക്കുന്നതിന് എന്താ പ്രശ്നം? ഒരു ഓഡിറ്റർക്ക് കൊടുത്തിട്ട് ഈ കണക്കുകൾ പരിശോധിച്ചിട്ട് തരണം എന്ന് പറഞ്ഞിട്ട് അത് പരസ്യമായി രേഖയായി ആളുകളും ഇങ്ങനെയാണ് ഈ കുഞ്ഞികൃഷ്ണൻ പറയുന്നത് പോലല്ല ഇത്ര പൈസയാവാന്ന് ഇങ്ങനെ പറഞ്ഞൂടെ? അങ്ങനെ പറയാൻ CPM ചെയ്യാറില്ലല്ലോ. എന്നിട്ട് പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചു എന്നാ പറയുന്നത്. പാർട്ടി സെക്രട്ടറി എന്താ വിശദീകരിച്ചത്? പാർട്ടി സെക്രട്ടറി വിശദീകരിച്ചത് പാർട്ടിയുടെ ഒരു 10 കാശ് പോലും നഷ്ടപ്പെട്ടിട്ടില്ല. അതൊരു സ്റ്റേറ്റ്മെന്റ് ആണ്. നിങ്ങൾ നോക്കൂ, ശബരിമലയിൽ പോയി ഈ പറയുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയും മുരാരി ബാബു ഒക്കെ എന്താ പറഞ്ഞത്? ഒരു 10 പൈസയും ശബരിമല ഒരു ഒത്തിരി സ്വർണവും നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ലേ ഇപ്പൊ എന്താ കണ്ടുപിടിച്ചത്? നഷ്ടപ്പെട്ടു എന്നല്ലേ? അതുപോലെ വളരെ കൃത്യം ഏതെങ്കിലും ഒരു കുറ്റവാളി ഞാനത് ചെയ്തിട്ടുണ്ടെന്ന് സമ്മതിക്കൂ. അപ്പൊ അയാൾ അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്തിയിട്ടുണ്ട്, അതുകൊണ്ട് ഇനി വേറെ പരിശോധന വേണ്ട എന്ന് ജയേന്ദ്രൻ പറഞ്ഞാൽ അതങ്ങ് വിഴുങ്ങി വീട്ടിൽ പോവുക എന്ന് പറഞ്ഞാൽ പറ്റുന്ന കാര്യമല്ല. പിന്നെ ഉണ്ണികൃഷ്ണൻ ഈ സഖാവിന്റെ ക്രെഡൻഷ്യൽസ് ഒന്നും അന്വേഷിക്കേണ്ട ബാധ്യത എനിക്കില്ല. അതുപോലെ തന്നെ ഈ പറയുന്ന എൻ്റെ ക്രെഡൻഷ്യൽസ് വേണമെങ്കിൽ ജയേന്ദ്രനും അന്വേഷിക്കാം. ജയേന്ദ്രനും അന്വേഷിച്ചാൽ ഞാൻ ആരാണ്, എങ്ങനെയാണ് പ്രവർത്തനം നടത്തിയാക്കാം. ഞാൻ CPM-ന്റെ സംഘടനാ സംവിധാനത്തിന്റെ ഭാഗമായി എന്തൊക്കെയാണ് ചെയ്യുന്നത് നിങ്ങൾക്ക് അന്വേഷിക്കാം. ഇനി ജയേന്ദ്ര സഖാവിന് വേണം ഒരു കാര്യം കൂടി ചെയ്യാം. നേരത്തെ നിങ്ങൾ ക്വസ്റ്റ്യൻ ചെയ്തിട്ടുള്ള ഉണ്ണികൃഷ്ണൻ അല്ലെ ഈ കുഞ്ഞികൃഷ്ണൻ സഖാവ് ഉണ്ടല്ലോ, ആ കുഞ്ഞികൃഷ്ണൻ സഖാവിനെ കുറിച്ച് ഒന്ന് ഈ പയ്യന്നൂർ ഭാഗത്ത് പോയി അന്വേഷിക്കുക. അവിടുത്തെ നാട്ടുകാർക്കിടയിൽ കുഞ്ഞികൃഷ്ണൻ സഖാവ് ആരാണ് എന്ന് അന്വേഷിക്കുക. അതുപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ സഖാവ് ആക്ഷേപം ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന പാർട്ടി നേതാക്കന്മാരായിട്ടുള്ള ആളുകളുടെ ജീവിതത്തെക്കുറിച്ച്, അവരുടെ വരുമാനത്തെക്കുറിച്ച്, അവർ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്ന വാഹനങ്ങളെക്കുറിച്ച്, അതുപോലെയുള്ള കാര്യങ്ങളെക്കുറിച്ച് അന്വേഷിക്കുക. അന്വേഷിച്ചാൽ ജയേന്ദ്ര സഖാവിന് ഒരു സംശയം ഉണ്ടാവേണ്ട കാര്യമില്ലെന്ന്, ഒരു സംശയവുമില്ല. അപ്പോൾ ഞാൻ പറയുന്നത് ജയേന്ദ്രനെ പോലുള്ള ഒരു സഖാവ് ഈ പാർട്ടിയെ രക്ഷിക്കണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ഇതിനകത്തെ ഈ പണം അടിച്ചു മാറ്റുന്ന, രക്തസാക്ഷിയുടെ പണം ഉൾപ്പെടെ അടിച്ചു മാറ്റുന്ന കള്ളന്മാരെ അല്ല ന്യായീകരിക്കേണ്ടത്. ഈ പ്രസ്ഥാനത്തിന് മഹത്തായ ഒരു ചരിത്രമുണ്ട്. ഇത് തൊഴിലാളി വർഗത്തിന്റെയും കൃഷിക്കാരന്റെയും പാവപ്പെട്ടവന്റെയും പാർട്ടിയാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കേരളത്തിലെ മനുഷ്യന് നിവർന്നു നിൽക്കാനുള്ള ശക്തി ഉണ്ടാക്കി കൊടുത്തത് ഈ പ്രസ്ഥാനമാണ്. ഇന്ന് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ആ പ്രസ്ഥാനത്തിന് വേണ്ടി രക്തസാക്ഷിയായിട്ടുള്ള അതുപോലെ തന്നെ ആ പ്രസ്ഥാനത്തിന്റെ എത്ര കോടി രൂപയുടെ വരുമാനമാണെന്ന് അന്വേഷിച്ചോളൂ. എങ്ങനെയാ ഒന്ന് പറഞ്ഞാൽ എനിക്ക് മനസ്സിലായില്ല. ഒന്നുകൂടി പറയോ ജയേന്ദ്ര സഖാവ്? കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് മുൻപാകെ വെളിപ്പെടുത്തിയ വരുമാനം എത്ര കോടി രൂപയുടെയാണെന്ന് അന്വേഷിച്ചോളൂ എന്ന്. കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ വരുമാനമാണോ? കുഞ്ഞികൃഷ്ണൻ സഖാവിന്റെ വ്യക്തിപരമായ വരുമാനത്തെക്കുറിച്ചാണോ അങ്ങനെ പറയുന്നത്? അതിനെക്കുറിച്ച് സഖാവ് ഇത് സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്.
അതെ 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 കുഞ്ഞിക്കൃഷ്ണൻ സഖാവ് ഇതിനെ സംബന്ധിച്ച് ഒരു പുസ്തകം എഴുതിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും അടുത്ത ദിവസങ്ങളിൽ ആ പുസ്തകം പുറത്തു വരും. സുഖമായിട്ട് അതേ പ്രതിപാദിച്ചിരിക്കുന്ന കാര്യങ്ങളാണ് അദ്ദേഹം വിമർശനമായി മുന്നോട്ട് വെച്ചത് കുറച്ചു മുമ്പാണ് നമ്മളോട് പറയുകയും ചെയ്തത്. ഓക്കെ.